തണുക്കണം തണുക്കണം തണുക്കണം. ഇത് എന്ത് തണുപ്പാണ് ഇത്? ആദ്യമായിട്ടാണ് ഇത്രയും തണുപ്പ് ഡിസംബർ മാസത്തിൽ തന്നെയാണെന്നാണ് ന്യൂസിൽ പറഞ്ഞത്. അതാണ് ഇവിടെ നിക്കാൻ പറ്റാത്ത തണുപ്പ്. പിന്നെ ഈ തീട്ടേക്കനെയാണ് ഒരു താൽക്കാലിക ആശ്വാസം. ഷിൻചാന് തണുപ്പൊന്നും ഇല്ലടാ, നീ കൂളായിട്ട് നിക്കണുണ്ടല്ലോ. തണുക്കണില്ലേന്നാ? തണുത്ത് വിറച്ചിട്ട് വയ്യ. തണുപ്പ് കാരണം ഈ തീയിലേക്ക് ചാടിയാലും ആലോചിച്ചോണ്ടിരിക്കുവേ. തണുക്കണ് തണുക്കണ്. കൈ നീട്ടി വെച്ചാ കുറച്ച് ചൂട് കിട്ടും. ഈ രോമം ഉണ്ടായിട്ട് എന്താ ഇത്ര തണുക്കണത്? ആഹാ, ക്രിസ്മസ് ആവണേന് മുമ്പേ ഈ തണുപ്പല്ലേ. കുറച്ചുകൂടി കഴിയുമ്പോ ക്രിസ്മസിന് ഇനിയും നല്ല നല്ല തണുപ്പായിരിക്കും ഷിൻചാനി. ഇനിയും തണുപ്പാവോ? ആടാ, ഇനിയും തണുപ്പാവും. ഇപ്പൊ മഞ്ഞ് വീഴാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇനി മഞ്ഞ് വീണ് വീണ് ലോസ് ആൻഡോസ് ഫുള്ളും മഞ്ഞാൽ മൂടപ്പെടും. അങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ ഒരു ക്ലൈമറ്റ്. മഞ്ഞാൽ മൂടപ്പെടുന്ന അപ്പൊ എവിടെ പോയാലും ഈ തീ എടുത്തോണ്ട് പോകേണ്ടി വരുമല്ലോ. ആഹാ, അതാണ് ഞാനും ആലോചിക്കണത്. മിക്കവാറും ഇത് എടുത്തോണ്ട് പോകേണ്ടി വരും. ഈ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ട് എന്റെ ഈ ഹുഡി പോലും ഇതിന്റെ മുന്നിൽ പിടിച്ചിരിക്കുന്നില്ല. നമുക്കാണെങ്കിൽ ഇന്ന് പുറത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. കാരണം ക്രിസ്മസ് ആയിട്ട് വീടൊന്നും ഡെക്കറേറ്റ് ചെയ്യണ്ടേ. അതിനുള്ള സാധനങ്ങളൊന്നും ഞാൻ മേടിച്ചിട്ടില്ല. പിന്നെ അത് മാത്രല്ല, അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കുറച്ച് സ്വെറ്ററൊക്കെ മേടിച്ചേ പറ്റുള്ളൂ. അതിനുവേണ്ടി എന്തായാലും പുറത്തേക്ക് പോകണം. ഷിൻചാനെ ചോപ്പേ വാടാ, ഒന്ന് കടവരെ പോയിട്ട് വരാം. ഈ തണുപ്പത്ത് പോണോ? എടാ, ഈ തണുപ്പത്ത് പോണോന്നാ? ഇപ്പൊ പോയില്ലേ പിന്നെ പോകാനേ പറ്റില്ല. ഇനി തണുപ്പ് കൂടി വരുള്ളൂ. അതുകൊണ്ടാണ് സ്വെറ്ററൊക്കെ മേടിക്കണം എന്ന് ഞാൻ പറയുന്നത്. മഞ്ഞ് വീണ് ഇവിടെയൊക്കെ മൂടലിന് മുമ്പ് നമുക്ക് പോയിട്ട് വരാം, അല്ലെങ്കിൽ കൊടും തണുപ്പിൽ പോയിട്ട് വരും. ആണോ? അത് വേണ്ട എന്നാ ഇപ്പൊ തന്നെ പോയിട്ട് വരാം. ഓക്കെ, എന്നാ പെട്ടെന്ന് തന്നെ പോയി സാധനങ്ങളൊക്കെ വേണ്ടത് മേടിച്ചോണ്ട് വരാം. പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നടക്കണ വഴിയൊക്കെ ഇന്ന് രാത്രിക്കുള്ളിൽ മഞ്ഞ് വീണ് മഞ്ഞാൽ മൂടപ്പെടും. പിന്നെ ഇതുവഴി നടക്കണ തന്നെ ഭയങ്കര പാടാ, തണുപ്പായിരിക്കും. ആ തണുപ്പത്ത് പോയി മേടിക്കണേക്കാൾ നല്ലത് ഈ തണുപ്പത്ത് പോയി മേടിക്കണേ. ഓക്കെ, സോ നേരെ കടയിലേക്ക് വാ. ഓ, തണുപ്പ് കാറി. ഓക്കെ, ഷിൻചാനും ചോപ്പും കയറിട്ട് ആ മഞ്ഞിന്റെ ശക്തി ഉണ്ടോ എന്റെ പൊന്നോ. കാറിനകത്തായതുകൊണ്ട് കുഴപ്പമില്ല. ഈ മഞ്ഞ് വീഴ്ച ഉള്ളത് കൊണ്ട് തന്നെ ആൾക്കാരൊക്കെ കുറവാ. അതേ ഒരു കാറ് പോണ് കണ്ട. സാധാരണ ഇവിടെയൊക്കെ നല്ല തിരക്കുള്ള സ്ഥലല്ലേ. അതൊക്കെ പോട്ടെ, ഈ മഞ്ഞത്ത് ഷിൻചാനും ചോപ്പും കാറിന്റെ മേളിൽ കയറിയിരിക്കണേ. ഇവർക്ക് അകത്തിരുന്നുണ്ടാ മണ്ടന്മാര്. ഇതേ ഒരു കാറ് പൊക്ക. നേരത്തെ സാധനങ്ങളൊക്കെ മേടിച്ചു വെച്ചാൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ മഞ്ഞത്ത് പോകേണ്ട കാര്യമില്ലായിരുന്നു. ഫസ്റ്റ് ഒരു തുണിക്കടയിലേക്ക് വിടാം. തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്തെങ്കിലും നല്ല ജാക്കറ്റ് ഒക്കെ മേടിച്ചിടാം. ഓ, ക്രിസ്മസ് തിരക്ക്. ഇതേടാ റോട്ടിലൊക്കെ നല്ല ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടാ. ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്കും നമ്മുടെ അവിടെ മാത്രമാണ് തോന്നുന്നു തിരക്കൊന്നും ഇല്ലാത്തത് ക്രിസ്മസ് ആയതുകൊണ്ട്. തുണിക്കട എവിടെയാണുള്ളത്? ആ തുണിക്കടയിൽ കയറിയിട്ട് അവിടെ ഈ തണുപ്പിന് പറ്റി എന്തെങ്കിലും ഡ്രസ് ഉണ്ടോ എന്ന് ചോദിക്കണം. ഓ ഞാൻ ഈ സിഗ്നലും മാറുന്നില്ല. ഓക്കെ, നമ്മുടെ കട അടുത്ത് തന്നെ. പെട്ടെന്ന് നൈസായിട്ട് അങ്ങോട്ട് കയറ്റാം. ഷിൻചാനെ ചോപ്പേ ഇറങ്ങി വാടാ. ഓക്കെ, ഇവിടെയാണ് എന്ത് സെലിബ്രേഷൻ ഉണ്ടെങ്കിലും നമ്മളൊന്ന് തുണി അടിക്കണത്. നോക്കട്ടെ തണുപ്പ് സമയത്ത് ഇടാൻ പറ്റിയ ഡ്രസ് ഇവിടെ എന്തൊക്കെയുള്ളത് നോക്കട്ടെ. ഓക്കെ, ഈ ഡ്രസ് മതി. ഇത് നമ്മളെ തണുപ്പിൽ നിന്ന് രക്ഷിക്കും. ക്രിസ്മസ് ആയിട്ട് ഇവിടെ ക്രിസ്മസ് തൊപ്പിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇപ്പൊ തലക്കും തണുപ്പിടിക്കല. പക്ഷേ ഷിൻചാനെ ചോപ്പേ നിങ്ങൾക്ക് പറ്റിയ തണുപ്പിൽ നിന്ന് രക്ഷിക്കുന്ന രീതിയിലുള്ള ഡ്രസ്സ് ഒന്നും ഇവിടെ കാണാനില്ല. എന്താട്ടാ ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്. പറയാൻ വേണ്ടി മറന്നുപോയി. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഇവിടെ ഇവന്മാർക്ക് തണുപ്പത്തിടാൻ പറ്റിയ പോലത്തെ ഡ്രസ്സ് ഒന്നും കാണുന്നില്ലല്ലോ. ഓക്കെ, ഈ ചേച്ചിയോട് ചോദിച്ചോക്കാം. ചേച്ചി, ഇവിടെ ഈ പിള്ളേർക്കും പട്ടികൾക്കൊക്കെ പറ്റിയ തണുപ്പത്തിടുന്ന ഡ്രസ്സ് അതൊന്നും ഇല്ലേ? ഇല്ല സാർ, ഇവിടെ ഈ സാധാ ഡ്രസ്സൊക്കെ ഉള്ളൂ. തണുപ്പത്തിടാൻ പറ്റിയ രീതിയിലുള്ള ഡ്രസ് ഇല്ല സാർ. ഓക്കെ ഷിൻചാനെ സോറിടാ, എനിക്ക് മാത്രമുള്ള ഡ്രസ്സ് ഇവിടെ ഉള്ളൂ, നിങ്ങൾക്കുള്ള ഡ്രസ്സ് ഇല്ലെന്ന്. പിന്നെ എന്തിനീ തണുപ്പത്ത് ഞങ്ങളെ കൂട്ടി ഇവിടെ വന്നത്? അത് പിന്നെ ഞാൻ ഒറ്റക്ക് പോട്ടെ, നിങ്ങളും വരാം. ഓക്കെ, കമോൺ, നമുക്കുള്ള ഡ്രസ്സായി അത് മതി. ഇവിടെ ഇല്ലാത്തതിന് ഇപ്പൊ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഓ മൈ ഗോഡ് മാൻ, പുറത്തേക്ക് ഇറങ്ങിയപ്പോ സ്നോയിന്റെ കാറ്റൊക്കെ ഉണ്ടാ. ഈ സമയത്ത് ഇവന്മാർ എങ്ങനെ ഇവിടെ ഈ ഡ്രസ്സൊക്കെ ഇട്ട് വന്ന് നിക്കണം ഞാൻ ആലോചിക്കണം. ഓക്കെ ഷിൻചാനെ ചോപ്പേ കേറാ. റൈറ്റ് ആൻഡ് ഡ്രസ്സൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇപ്പൊ തണുപ്പിനൊരു ആശ്വാസമൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് വീട്ടിലേക്ക് പോയി ഇപ്പൊ വഴി കറങ്ങി പോവാം. ഇവിടെയൊക്കെ ബ്ലോക്ക് അല്ലെങ്കിൽ എളുപ്പത്തിൽ പോകാൻ വേണ്ടി ഈ വഴി ചൂസ് ചെയ്തത്. എന്നിട്ട് ഇപ്പൊ ഈ വഴിയിലെ തിരക്കാണല്ലോടാ. ക്രിസ്മസ് ആയതുകൊണ്ട് എല്ലാ വഴിയിലും ബ്ലോക്കാന്ന് തോന്നണം. ഇപ്പുറത്തേക്കാണ് നമുക്ക് പോകണം. എന്താടാ ഇവിടെ ചുമലക്കളറിലെ ക്രിസ്മസിന്റെ എന്തോ സെലിബ്രേഷൻ ആണെന്ന് തോന്നുന്നത്. ഓക്കെ, അങ്ങനെയാണ്. ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തി സംഭവം നോക്കിട്ട് പോവാം. വാടാ, ഇപ്പഴൊക്കെയല്ലേ ഇതൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. വാ, നിനക്ക് ഞാൻ കേക്ക് മേടിച്ചു തരാം. ക്രിസ്മസ് കേക്ക്. ക്രിസ്മസ് കേക്കാ? എന്നാ ഞാൻ റെഡി. ഓക്കെ, വാടാ. ഇവിടെ ക്രിസ്മസ് ആയിട്ട് എന്തോ വൻ പരിപാടി നടപ്പുണ്ട്. അതാണ് ഇവിടെ ഫുള്ള് ചുമല പെയിന്റ് ഒക്കെ അടിച്ച്. ഇവിടെയൊക്കെ ഓൾറെഡി മഞ്ഞായി. ഇത് കണ്ടോ, ഇവിടെയൊക്കെ ഫുള്ള് മഞ്ഞായി കിടക്കുക. ഇന്ന് രാത്രിക്കുള്ളിൽ ലോസ് ആൻഡോസ് ഫുള്ള് മഞ്ഞാൽ മൂടപ്പെടും എന്നാണ് പറയണത്. ഓക്കെ, ക്രിസ്മസ് ഡേക്ക് വെച്ച് അലങ്കരിച്ചേക്കണ്. ഓ, ഇപ്പഴേ ആലോചിക്കണ നമുക്ക് നമ്മുടെ വീടൊന്നും അലങ്കരിക്കണ്ടേ? അതിന് സാധനങ്ങളൊന്നും മേടിച്ചില്ലല്ലോ. എന്തിനാ വീടൊക്കെ അലങ്കരിക്കണ? നമുക്ക് ഇവിടുന്ന് പോവാ. തലപ്പത്ത് നിക്കാൻ വേണ്ടി വയ്യ. എന്താ ക്രിസ്മസ് ആയിട്ടൊന്ന് അലങ്കരിക്കൊക്കെ ചെയ്യണ്ടാ? എന്തെങ്കിലും ആട്ടെ, വേണ്ടെങ്കിൽ വേണ്ട. ഞാൻ ചുമ്മാ പറഞ്ഞുള്ളൂ. ഇവിടെയൊക്കെ ഫുള്ള് മഞ്ഞ് വീണ് സീനായി കിടക്കും. ഓക്കെ, ഇവിടെ എന്തോ വൻ പരിപാടി നടക്കാൻ വേണ്ടി പോകണമെന്ന് തോന്നുന്നു നാളെ. അതിനുവേണ്ടിയുള്ള അലങ്കാരാണ് ഈ കാണുന്നത് തോന്നുന്നു. വൻ രീതിയിൽ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ഈ സ്നോയിന്റെ മേളിൽ കൂടി കയറി നടക്കട്ടെ. എടാ, ഇവിടുന്ന് സ്നോ എടുക്കാൻ വേണ്ടി പറ്റൂടാ. കൊള്ളാലോ. ഇതെന്താ എടാ ഷിൻചാനെ, നോക്കടാ, എന്നാ വലിയ ക്രിസ്മസ് ട്രീ ആണ്. വീട്ടിൽ ക്രിസ്മസ് ട്രീ ഒക്കെ മേടിച്ച് വെക്കായിരുന്നു. പക്ഷെ ഇവന്മാർക്ക് ഇതിനൊന്നും താല്പര്യമില്ല. എന്തിനാട്ടെ, നമുക്ക് ഇതൊക്കെ കണ്ടിട്ട് നൈസായിട്ട്
പെട്ടെന്ന് പോവാ. ഓക്കേ, കിട്ടി സാധനം കിട്ടി. ഞാനൊരു സ്നോ ബോളിങ് എടുത്തിട്ടുണ്ട്. ഷിൻചാനെ എന്താ സ്നോ ബോർഡ് ഏറിയടാ. ഫ്രാങ്ക്ലിൻ ബൈ വേണ്ട ഫ്രാങ്ക്ലിൻ ബൈ. അടുത്ത സ്നോ ബോൾ എടുത്ത് ഓർഡർ ഷിൻചാനെ. സ്നോ ബോൾ എടുക്കാറിയായിരുന്നെങ്കിൽ ഫ്രാങ്ക്ലിൻ ബൈയോട് പ്രതികാരം ചെയ്യായിരുന്നു. എന്താ ഇവിടെ ഒരു പട്ടിക്കണ ഹൈപ്പട്ടി, എന്തൊക്കെയുണ്ട് വിശേഷം? മണ്ടൻ ഷിൻചാ പേടിച്ച് ഓടിക്കളഞ്ഞടാ. ചൊപ്പേ ചൊപ്പേ ഇന്ന് നീ പിടിച്ചോ. ഇവരെന്താ ഒരു കുലക്കോ ഇല്ലാത്തത്. നമ്മൾ ഡ്രസ് ഇട്ടേക്കണ കാരണം ഇവിടുത്തെ തണുപ്പൊന്നും അറിയണില്ല. ക്രിസ്മസ് ട്രീ ഇതേപോലെ പറിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ട് വെക്കായിരുന്നു. പിന്നെ ഇവിടെ എന്തൊക്കെ ഉള്ളത് നോക്കട്ടെ. ഓ ഇതെന്താടാ ഇവിടെ എന്തോ കെട്ടിയൊക്കെ വെച്ചേക്കണേ. എന്താ അവിടെ വലിയ എന്തോ രൂപം നിക്കണേ. ഇതാരത്? ഇപ്രാവശ്യത്തെ ക്രിസ്മസ് അപ്പൂപ്പന്റെ ബൊമ്മ ഭയങ്കര വലുതാണല്ലോടാ. ക്രിസ്മസ് പൊളിക്കൂന്ന് തോന്നുന്നു. എന്താടാ ക്രിസ്മസ് അപ്പൂപ്പന്റെ ബൊമ്മയാ? ഇതാടാ ക്രിസ്മസ് അപ്പൂപ്പൻ? ഇതേതാ ഈ ചെറുക്കൻ? അതേടാ മോനെ, അതെ ഇതാണ് ക്രിസ്മസ് അപ്പൂപ്പൻ. ഇതൊന്നും ആരും പറഞ്ഞു തന്നിട്ടില്ലേ? ക്രിസ്മസ് ദിനത്തിൽ നമുക്ക് ഗിഫ്റ്റ് തരാൻ വരുന്ന ആള്. ക്രിസ്മസ് അപ്പൂപ്പന്റെ വണ്ടി. ഇതിന്റെ പേരെന്താണ്? സ്ലേ. ആ വണ്ടി. അതിനകത്ത് ക്രിസ്മസ് അപ്പൂപ്പന്റെ ചെറിയൊരു ബൊമ്മയുണ്ട്. അതിനകത്ത് കേറി ഇരിക്കാൻ വേണ്ടി പറ്റും. കേറി നിൽക്കാൻ വേണ്ടി പറ്റും. പ്രതിമയാണ്, പക്ഷെ രാത്രിയൊക്കെ അപ്രത്യക്ഷിതമായിട്ട് ആരെങ്കിലും കാണുവാണെങ്കിൽ ശരിക്കുള്ള ക്രിസ്മസ് അപ്പൂപ്പനെ പോലെ തോന്നുട്ടോ. എവിടെ ഫ്രാങ്ക്ലിൻ ബൈ? എന്ത് അതേ ഇരിക്കണ ഫ്രാങ്ക്ലിൻ ബൈ. ഫ്രാങ്ക്ലിൻ ബൈ നമുക്ക് വീട് ഡെക്കറേറ്റ് ചെയ്യാം. ഫ്രാങ്ക്ലിൻ ബൈ ക്രിസ്മസ് ആയിട്ട് ഡെക്കറേറ്റ് ചെയ്തില്ലേ? മോശം ഫ്രാങ്ക്ലിൻ ബൈ. ഇവനെന്ത് പറ്റില്ല? ഇവനല്ലേ കുറച്ചു മുമ്പ് പറഞ്ഞ ഡെക്കറേറ്റ് ഒന്നും ചെയ്യണ്ട, വീട്ടിൽ പോവാന്ന്. ഡെക്കറേറ്റ് ഒക്കെ ചെയ്യണ സാധനമൊക്കെ മേടിക്കണം. ഫ്രാങ്ക്ലിൻ ബൈ സാധനങ്ങളൊക്കെ മേടിക്കും ഫ്രാങ്ക്ലിൻ ബൈ. നമുക്ക് വീട് ഡെക്കറേറ്റ് ചെയ്യാം ഫ്രാങ്ക്ലിൻ ബൈ. ഇപ്പം സമ്മതിക്കാടാ ഷിൻചാൻ. നീയല്ലേ കുറച്ചു മുമ്പ് പറഞ്ഞത് ഡെക്കറേറ്റ് ഒന്നും ചെയ്യണ്ട, വീട്ടിൽ പോവാന്ന്. ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കുക. അല്ല ഇപ്പൊ പെട്ടെന്ന് നിനക്ക് ക്രിസ്മസ് ആഘോഷിക്കണം എന്ന് തോന്നാൻ കാരണം എന്താ? ഫ്രാങ്ക്ലിൻ ബൈ അത് പിന്നെ അവിടെ നിൽക്കുന്ന ചേട്ടനാ പറഞ്ഞത്. നമ്മള് വീടൊക്കെ അലങ്കരിച്ച് ആഘോഷിക്കുവാണെങ്കിൽ ക്രിസ്മസ് അപ്പൂപ്പൻ രാത്രി വന്ന് നമുക്ക് ഗിഫ്റ്റ് തരുമെന്ന്. എനിക്ക് ക്രിസ്മസ് അപ്പൂപ്പന്റെ ഗിഫ്റ്റ് വേണം ഫ്രാങ്ക്ലിൻ ബൈ. ഓ അതാണ് കാര്യം. അത് കൊച്ചു പിള്ളേരോട് പണ്ട് തൊട്ട് പറഞ്ഞു നടക്കുന്ന സംഭവമാണ്. ശരിക്കും പിള്ളേരിനാണ് ഈ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ അവർക്കാണല്ലോ ക്രിസ്മസ് അപ്പൂപ്പൻ ഗിഫ്റ്റ് ആയിട്ട് വന്നത്. അപ്പോ ഷിൻചാനെ നിനക്കും ക്രിസ്മസ് അപ്പൂപ്പൻ ഗിഫ്റ്റ് കൊണ്ടുവരും. ഷിൻചാനെ വേണ്ട, അത് ജസ്റ്റ് വിശ്വാസം മാത്രാടാ. ശരിക്കും അങ്ങനെ ക്രിസ്മസ് അപ്പൂപ്പൻ ഗിഫ്റ്റ് ഒന്നും കൊണ്ടൊന്നും തരുമൊന്നുമില്ല. അതൊക്കെ പിള്ളേരെ പറ്റിക്കാൻ വേണ്ടി ഓരോരുത്തർ പറയാനേടാ. പറ്റിക്കാനാ പോടാ ചോപ്പയൊന്നും. അപ്പുറത്തേക്കണ ചേട്ടനോട് പറഞ്ഞു ക്രിസ്മസ് അപ്പൂപ്പൻ രാത്രി വന്ന് ഗിഫ്റ്റ് തരുമെന്ന്. ഫ്രാങ്ക്ലിൻ ബൈ പറഞ്ഞു കൊടുക്ക് ഫ്രാങ്ക്ലിൻ ബൈ. അത് വെറുതെ പറയണേന്ന്. വെറുതെ പറയണടാ ചോപ്പ. നീ മിണ്ടാണ്ടിരിക്കേ. ഇതൊരു വിശ്വാസമല്ലേ. വരൂടാ ഷിൻചാനെ. രാത്രി ഗിഫ്റ്റ് ആയിട്ട് ക്രിസ്മസ് അപ്പൂപ്പൻ വരും. പക്ഷെ എന്താ ഷിൻചാനെ, നമ്മൾ അതിന് വേണ്ടി വീടൊക്കെ അലങ്കരിച്ച് കേക്കൊക്കെ മുറിച്ച് പിന്നെ ക്രിസ്മസ് കാർഡ് എന്ന് നീ കേട്ടിട്ടുണ്ടോ? അതൊരു ലെറ്ററാ. ക്രിസ്മസ് അപ്പൂപ്പന് വേണ്ടി നമ്മൾ എഴുതുന്ന ലെറ്റർ. ആ ലെറ്ററിനകത്ത് നമുക്ക് എന്താണോ വേണ്ടത് അത് വിഷായിട്ട് എഴുതി ക്രിസ്മസ് ട്രീയുടെ അടുത്ത് വെക്കണം. അപ്പോഴാണ് രാത്രി ആകുമ്പോൾ ക്രിസ്മസ് അപ്പൂപ്പൻ ആ ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് വേണ്ടി വരുന്നത്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്രിസ്മസ് കാർഡ് മേടിക്കണം ഫ്രാങ്ക്ലിൻ ബൈ. ആടാ മേടിക്കാം. അത് നമ്മൾ അലങ്കരിക്കാനുള്ള സാധനമൊക്കെ മേടിക്കൂലേ, ആ കൂട്ടത്തിൽ മേടിക്കാം. ഈ സ്ഥലം കൊള്ളാട്ടാ. ക്രിസ്മസിന്റെ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ. ഇത് കണ്ടോ, ഒറിജിനൽ ടീറിനെ പോലെ ഉണ്ട്, റെയിൻ ടീർ. പിന്നെ ഇത് കണ്ടോ, ഈ എൻട്രൻസിലൊക്കെ വെച്ചേക്കണുണ്ട്. ഇതൊക്കെ എന്താ, ഇതൊക്കെ ക്രിസ്മസ് അപ്പൂപ്പന്റെ പടന്മാരാന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ എന്തോ കൊണ്ടുവിട്ടോ, അതേണ്ടാ ക്രിസ്മസ് അപ്പൂപ്പൻ രാജാവിന്റെ കസേര. ഓ മാൻ, ഇതിരിക്കാൻ വേണ്ടി നല്ല രസമായിരിക്കും. ഷിൻചാനെ ഇത് കൊള്ളാലോടാ. നല്ല രാജകീയ കസേര. ഇരുന്നിട്ട് തന്നെ എന്താ രസം. ക്രിസ്മസ് അപ്പൂപ്പനെ കൊണ്ടുവന്ന് ഇരുത്താൻ വേണ്ടിയുള്ള കസേരയാന്ന് തോന്നുന്നു. എനിക്ക് ചേരുന്നുണ്ട് ഈ കസേര അല്ലടാ. ഫ്രാങ്ക്ലിൻ ബൈ കൊള്ളാം. അതൊക്കെ പോയി നമുക്ക് പോയി വീട് ഡെക്കറേറ്റ് ചെയ്യണ സാധനം മേടിക്കാം ഫ്രാങ്ക്ലിൻ ബൈ. ഇവൻ ഇത് എന്താ? ഓക്കെ വാ. ആദ്യമേ ഡെക്കറേറ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞവനാ. ഗിഫ്റ്റ് കിട്ടുമെന്ന് പറഞ്ഞപ്പോ ഡെക്കറേറ്റ് ചെയ്യാന്ന് പറഞ്ഞ നടക്കുക. ഓക്കെ. ഓ ഇത്രയും വലിയ ക്രിസ്മസ് അപ്പൂപ്പന്റെ പ്രതിമയാ. ഓ മൈ ഗോഡ്. പ്രാവശ്യം ക്രിസ്മസ് വൻ രീതിയിൽ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് തോന്നുന്നു. അവിടെ ഇത് നോക്കിയേ. ഓ മൈ ഗോഡ്. ഇത് നോക്കിയാണ് ഷിൻചാനെ. സാന്റാക്ലോസിന്റെ ഷൂവിന്റെ അത്ര ഉള്ളടാ ഞാൻ. സാന്റാക്ലോസിന്റെ കാലിന്റെ ഉള്ളുവഴി വേണം നമുക്ക് പോകാൻ വേണ്ടി പറ്റും. പക്ഷെ അങ്ങോട്ട് പോകാൻ വേണ്ടി പറ്റില്ല. പക്ഷെ എന്നാലും അത്ര സ്ഥലമുണ്ട്. പിന്നെ സാന്റാക്ലോസിന്റെ വഴി കുത്തിപ്പിടിച്ച് കിടക്കണം. ഓക്കെ അതൊക്കെ വിട്. വാ നമുക്ക് പോയി സാധനങ്ങളൊക്കെ മേടിച്ച് വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യണം, കേക്ക് മേടിക്കണം. അങ്ങനെ കുറെ പരിപാടിയുണ്ട്. പോണ വഴിക്ക് എല്ലാ സാധനവും മേടിച്ചോണ്ട് പോവാം. ഞാൻ ആലോചിക്കുന്നത് രാത്രിയിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കേട്ടോ. കാരണം ലൈറ്റും ആൾക്കാരും എല്ലാം ആയിട്ട് നല്ല രസമായിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ. രാത്രി ഒന്ന് കറങ്ങാൻ വേണ്ടി ഇവിടെ വരായിരുന്നു. പക്ഷെ നമ്മൾ നമ്മുടെ വണ്ടി ഇട്ടേക്കണത് വണ്ടി ഇട്ടേക്കണ അപ്പുറത്തും കാണുമല്ലേ. ഇതാരേ മതിലായിക്കോടാ. തേണ്ടാ ചെറിയ സാധനങ്ങളൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തേക്കണം. നോക്കി ഇതുപോലെ നമ്മുടെ വീടും ഡെക്കറേറ്റ് ചെയ്യണം. ഓക്കെ നമ്മുടെ വണ്ടി ഇട്ടേക്കണ സ്ഥലത്തേക്ക് നമ്മൾ എത്തി. ആടാ വന്ന് കേറി. എന്തൊക്കെ പണിയെടുക്കണം. സാധനങ്ങൾ മേടിക്കണം, ഡെക്കറേറ്റ് ചെയ്യണം. ഇവിടെ പുള്ളി കളിച്ച് കുറെ സമയം പോയി. പക്ഷെ കുറെ കാര്യങ്ങളൊക്കെ കണ്ടു നമ്മള്. ഓക്കെ സർ, നേരെ അടുത്തുള്ള ഡെക്കറേഷൻ സാധനമൊക്കെ മേടിക്കുന്ന കടയിലേക്ക് പോയി. ഇവിടെ എവിടെയെങ്കിലൊക്കെ ഏതെങ്കിലൊക്കെ കട ഉണ്ടാവേണ്ടിയാണ്. പെട്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. ഓക്കെ ഇതൊരു കേക്ക് കടയാണല്ലോടാ. ഇവിടെ നിന്ന് തന്നെ കേക്ക് മേടിച്ചേക്കാം. ഇത്രയും ദൂരം വന്നിട്ട് ഇവിടെ കേക്ക് കട കണ്ടത്. ഇവിടെ ഒത്തിരി കേക്ക് ഇരിപ്പുണ്ട്. ഏത് കേക്ക് മേടിക്കും? ക്രിസ്മസിന് പ്ലം കേക്ക് ആണ്. പക്ഷേ ക്യാരറ്റ് കേക്ക് ഉണ്ടാവും ഇവിടെ. ചേട്ടാ ഇവിടെ ക്യാരറ്റ് കേക്ക് ഇല്ലേട്ടാ? ആണോ? എന്നാ ഓക്കെ, ഇത് രണ്ടെണ്ണം എടുത്തോ. ഹാപ്പി ക്രിസ്മസ് ചേട്ടോ. എന്താ പുറകിൽ നിന്നൊരു വെടി വെച്ചോ? പോലീസ് ആരുമായിട്ടോ ഫൈറ്റിക്കാൻ തോന്നുന്നു. അവിടെ ഒരുത്തനെ പോലീസ് വെടി വെച്ചിട്ടേക്കണ് കേട്ടോ. ഇവിടെ കേക്ക് കടയിലെ ഓണറൊക്കെ ഇറങ്ങി ഓടി വന്നു വെടിവെപ്പ് കേട്ടു. എന്നാ 2-3 കേക്ക് എടുത്തോണ്ട് ഇവിടെ സ്ഥലം കയറിയാക്കാം. ഷിൻചാനെ ക്രിസ്മസ് ആയിട്ട് ലക്കടിച്ചറാ. ഇതെന്താ തണുപ്പ് കൂടി ഒരാളോ. ദൈവമേ സമയം എന്തായെന്ന് പോലെ അറിയില്ല.
കേക്ക് മേടിച്ചിട്ടുണ്ട്. അടുത്തായിട്ട് ക്രിസ്മസ് കാർഡ് മേടിക്കണം അല്ലേ നിനക്ക് ഗിഫ്റ്റിന്റെ ഇത് എഴുതാൻ വേണ്ടിട്ട്. ഓക്കെ, അങ്ങനെ നമ്മള് ക്രിസ്മസ് ഡെക്കറേഷന് വേണ്ട സാധനങ്ങളും കാർഡും എല്ലാം മേടിച്ചോണ്ട് തിരിച്ച് നമ്മുടെ വീടിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ ഒരു സമയമാകും. ഞാൻ ആലോചിക്കണത് കുറച്ചും കൂടി ട്രീ ഒക്കെ മേടിക്കണ്ടേന്നാ. ഇനി വേണമെങ്കിൽ പിന്നെ പോയി മേടിക്കാല്ലേ. ഇറങ്ങ് എടാ ഷിജാനെ, വെറുതെ ക്രിസ്മസ് അപ്പൂപ്പനെ ഗിഫ്റ്റ് മേടിക്കാന്ന് വിചാരിക്കണ്ട. ഇതൊക്കെ അലങ്കരിക്കേണ്ട ജോലി നിനക്കാണ് തന്നത്. മര്യാദക്കൊക്കെ അലങ്കരിക്കണം. സാധനമൊക്കെ എടുത്ത് നിലത്ത് വെക്കടാ. ഇതൊക്കെ എന്ത് ഫ്രാങ്ക്ലിൻ ബൈ, അതൊക്കെ ഞാൻ ചെയ്തോളാം. എനിക്ക് ഗിഫ്റ്റ് കിട്ടിയാ മതി. ക്രിസ്മസ് കാർഡൊക്കെ വണ്ടിയിലുണ്ടാ, നീ ഒന്ന് അടങ്ങ്. ഓക്കെ, അങ്ങനെ ആ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. സോ ഈ വീട് ഫുള്ളും നമ്മൾ ക്രിസ്മസിന് വേണ്ടി അലങ്കരിച്ച് കഴിഞ്ഞാണ്. ഈ രാത്രിയിൽ ഈ സ്നോ ബിസാർഡ് കാരണം ഭയങ്കര വെളിച്ചം. ഫ്രാങ്ക്ലിൻ ബൈ, ഈ ഇരിക്കണോ ക്രിസ്മസ് അപ്പൂപ്പൻ നമുക്ക് വേണ്ടി കൊണ്ടുവന്ന ഗിഫ്റ്റ്? അവിടെ ഇരിക്കണേ അല്ലടേ, ഇതൊക്കെ ഡമ്മിയടാ. ഇതിന്റെ കൂടെ കിട്ടുന്ന ഡമ്മി ഗിഫ്റ്റുകൾ. ഒറിജിനൽ ഗിഫ്റ്റ് കിട്ടാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞില്ലേ. നിങ്ങൾ ക്രിസ്മസ് കാർഡിൽ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്നുള്ളത് എഴുതി ഇതിന്റെ ചോട്ടിൽ കൊണ്ടാ വെക്കണം. ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ രണ്ടുപേരും പോയി ക്രിസ്മസ് കാർഡിൽ എന്താ വേണ്ടതെന്ന് എഴുതിക്കൊണ്ടു പോവാ. ഓക്കെ ഫ്രാങ്ക്ലിൻ ബൈ, ഇപ്പൊ തന്നെ പോയി എഴുതിക്കൊണ്ടുവരാം. ജോലി എന്റെ മനസ്സിലൊരാഗ്രഹമുണ്ട്. ഇനി ശരിക്കും ക്രിസ്മസ് അപ്പൂപ്പൻ ഗിഫ്റ്റ് വല്ലതും കൊണ്ടുവന്ന് തരുമോ? നീ എങ്ങനെ ബിരിയാണി കിട്ടിയാലാ? ഓക്കെ, ഞാനും പോയി എഴുതാം. ഓക്കെ, ഷിൻജാനും ചോപ്പും ക്രിസ്മസ് കാർഡിൽ ഗിഫ്റ്റ് എഴുതാൻ വേണ്ടി പോയിട്ടുണ്ട്. പക്ഷേ ക്രിസ്മസ് അപ്പൂപ്പനൊക്കെ വന്ന് ഗിഫ്റ്റ് കൊടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കേസ്. ഇനി ക്രിസ്മസ് അപ്പൂപ്പൻ വന്ന് ഇവന്മാർക്കുള്ള ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ ഒരു ഒറ്റ വഴിയുള്ളൂ. ലൈക്ക് അടിക്കാത്തവർക്ക് ലൈക്ക് അടിച്ച്, ചാനൽ സഭ്യത്തിനൊക്കെ സഭ്യത ഫുൾ സപ്പോർട്ട് തന്നെ. അതുപോലെ തന്നെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അവന്മാരെന്തായാലും എഴുതിക്കൊണ്ട് വരട്ടെ. ലെറ്റർ എഴുതി. എന്റെ ഗിഫ്റ്റ് എപ്പോ വരുമെന്ന് അറിയാൻ പാടില്ല. നാളെ ആകുമ്പോഴത്തേക്കും അതോടെ എത്തും. ഫ്രാങ്ക്ലിൻ ബൈ, ഞാൻ എഴുതി ഫ്രാങ്ക്ലിൻ ബൈ. എന്റെ ഗിഫ്റ്റ് എന്താന്ന് പറയല്ലേ എന്താണ് നിനക്ക് വേണ്ടെന്നുള്ള വിഷയോട് പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല, മനസ്സിലായ? അത് സീക്രട്ട് ആയിട്ട് തന്നെ വേണം ഇരിക്കാൻ വേണ്ടിട്ട്. ആണോ ഫ്രാങ്ക്ലിൻ ബൈ? ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ നോക്കട്ടെ. ചോപ്പ് തേടാ അവന്റെ വിഷു എഴുതി ക്രിസ്മസ് കാർഡ് കടിച്ചു പിടിച്ചോണ്ട് തന്നെ വേണ്ട. നേരത്തെ വിശ്വാസം ഇല്ലെന്ന് പറഞ്ഞവനാ. ഓക്കെടാ, ഇനി നിങ്ങളുടെ ക്രിസ്മസ് കാർഡ് ഇവിടെ വെച്ചോ, നീ ഇതിന്റെ താഴെ വെച്ചോ. എന്നിട്ട് നമുക്ക് പോയി കിടന്നുറങ്ങാം. ഓക്കെ, അവരവരുടെ ഗിഫ്റ്റ് കാർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഓൾ റൈറ്ററാ. ഇപ്പൊ സമയം എന്താ അറിയാവാ? സമയം രാത്രി 12 മണിയാവാൻ വേണ്ടി പോണ്. 11:49. പക്ഷെ എന്നിട്ട് ഈ സ്നോ ഉള്ള കാരണമാണ് ഇവിടെ ഫുൾ ഇങ്ങനെ ഇരിക്കണം. ശരിക്കും പറഞ്ഞത് രാത്രി പാതിരാത്രിയായി. ഓക്കെ ഷിജാനെ ചോപ്പേ വാടാ, പോയി കിടന്നുറങ്ങാം. പിന്നെ ഒരു പ്രത്യേകം കാര്യം, രാത്രി ആരും ഇങ്ങോട്ട് വന്ന് ഒളിഞ്ഞൊന്നും നോക്കരുത്. ആരും കാണാതെയാണ് സാൻഡി ഗിഫ്റ്റ് ഇവിടെ വെച്ചിട്ട് പോണം. മനസ്സിലായോ? മനസ്സിലായി ഫ്രാങ്ക്ലിൻ ബൈ. അപ്പൊ ശരിയെന്നാ, പോയി കിടന്നുറങ്ങാം. എങ്ങനെ ക്രിസ്മസിന്റെ അലങ്കാരം കഴിഞ്ഞ് ഉമ്മാരെ കൊണ്ട് ഗിഫ്റ്റിനുള്ള കാർഡും വെപ്പിച്ച് രാത്രി സാന്റ വരുവോ? എന്താ ഫ്രാങ്ക്ലിൻ ബൈ, സാന്റ വരുവോന്നോ? അപ്പൊ സാന്റ വരാണ്ടിരിക്കോ? വരാണ്ടിരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ കയ്യിലിരിക്കുന്നത്. അവർ ലൈക്ക് അടിച്ച് ചാനൽ സബ് ചെയ്ത് ഫുൾ സപ്പോർട്ടഡ് ആണെങ്കിൽ സാന്റാ ക്ലോസ് എന്തായാലും വരും. ആണോ? എന്നാ വീഡിയോ കാണുന്നവരെല്ലാം പെട്ടെന്ന് ലൈക്ക് അടിച്ച് ചാനൽ സബ് ചെയ്ത് ഫുൾ സപ്പോർട്ട് കൊടുക്ക്. ഓക്കെ അവർ ചെയ്തോളൂ. ബാ കിടന്നുറങ്ങാം. ഒന്ന് തല ചായക്കട്ടെ ക്രിസ്മസ് ആയിട്ട്. ഓക്കെ, ഷിൻചാനും ചോപ്പ് ഉറങ്ങി തോന്നുന്നു. ഇത് തന്നെ പറ്റിയ സമയം. അവന്മാരറിയാണ്ട് നൈസായിട്ട് എഴുതേക്കടാ. അറിയില്ല, സാന്റി ഒന്നും വന്ന് ഗിഫ്റ്റ് വെക്കാൻ വേണ്ടി പോണില്ല. എന്റെ ഉദ്ദേശം ഇവന്മാർ ആ ലെറ്റർ വായിച്ചിട്ട് ഞാൻ തന്നെ ഒരു ഗിഫ്റ്റ് കൊണ്ടാകാൻ വെക്കണേ. പക്ഷെ അത് ഇവന്മാർ അറിയാതെ പോയാലും പരിപാടി നടക്കൂളൂ. അല്ലെങ്കിൽ ഇവന്മാർ ഞാൻ വെച്ചാന്ന് മനസ്സിലാക്കും. ഓ വെയിറ്റ്, എടാ ഇവിടെയൊക്കെ മഞ്ഞ് വീണിതായടാ. ഞാൻ പറഞ്ഞില്ലേ, ചെറിയൊരു സമയം നമ്മൾ ഉറങ്ങിയ സമയം കൊണ്ട് ഇവിടെ മൊത്തം മഞ്ഞ് വീണ് മഞ്ഞാൽ മൂടപ്പെട്ട്. അതൊക്കെ പോട്ടെ, നമുക്ക് സമയമില്ല. സോ അവന്മാര് എഴുന്നേക്കണതിന് മുമ്പ് നമുക്ക് ആ ലെറ്റർ വായിച്ച് അവന്മാർക്ക് ഇഷ്ടമുള്ള ഗിഫ്റ്റ് ഏതാണോ അത് മേടിച്ചു കൊണ്ടുവന്ന് ഇവിടെ വെക്കണം. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ കിടന്നു. ഓക്കെ, സോ ഈ ഒരു കഥയിൽ നമ്മളാണ് ദി സാന്റ. നമ്മളാണ് ഗിഫ്റ്റ് വെക്കാൻ വേണ്ടി പോണത്. ഇത് ഷിൻചാന്റെ ലെറ്റർ ആണെന്ന് തോന്നുന്നത്. എടുക്ക്. ഇവനെന്താ വേണ്ട? RC കാറാ. ചെക്കൻ ചെറിയ പൈസയുടെ സാധനം ഒന്നും പറയില്ല. ഓക്കെ, എന്തായാലും മേടിച്ചു കൊടുത്തേക്കാം. ഒരു ക്രിസ്മസ് അല്ലേ ഉള്ളു. നീ ചോപ്പിന് എന്താ വേണ്ടത് നോക്കട്ടെ. മൈ ഡിയർ ഗോഡ് സാന്റ, ഐ വാണ്ട് ഹൺഡ്രഡ്സ് ഓഫ് മീറ്റ്. മീറ്റ് വേണതാ. ഇറച്ചി വിട്ടൊരു കളിയില്ല. ഷിൻചാൻ RC കാറും ചോപ്പിന് കഴിക്കുന്ന മീറ്റും ആണ് വേണ്ടത്. ഓക്കെ, അത് സിമ്പിൾ ആവും. അവന്മാര് വലിയ അത്ഭുതകരമായ വിശ്വാസം എഴുതാണ്ടിരുന്ന ഭാഗ്യം. പറക്കണ പവർ ഇടുന്ന എഴുതാതില്ലല്ലോ. ഓക്കെ, ഇത് നമുക്ക് മേടിച്ചു കൊടുക്കാവുന്ന സമയമുള്ളൂ. ഓൾറൈറ്റ്, സോ കടയിൽ പോവുക, സാധനം മേടിക്കുക. ഇപ്പൊ സമയം എന്തായി? ഓ മൈ ഗോഡ്, 4:51. അത് ശരി, കുറച്ച് സമയമുള്ളൂ. അപ്പൊ പെട്ടെന്ന് പോയിട്ട് ഗിഫ്റ്റ് മേടിച്ച് ഇവന്മാർ എഴുന്നേക്കണതിന് മുമ്പ് നമുക്ക് തിരിച്ചു വരാം. വണ്ടിയൊക്കെ പോണോ നോക്കി. ഇവിടെ ഫുള്ള് മഞ്ഞാൽ മൂടപ്പെട്ട്. പോണതിന് മുമ്പ് ജസ്റ്റ് ഒരു സ്നോമാനെ അങ്ങ് ഉണ്ടാക്കി വെച്ചാലാ. ഓക്കെ, ഒരു സ്നോമാനെ മേടിച്ചുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഡയറക്റ്റൊക്കെ എടുത്ത് വെച്ച് ചെറിയ സ്നോമാൻ. നമുക്ക് സമയമില്ല. ബൈക്കാകുമ്പോ കുറച്ച് സ്പീഡിൽ പോകാല. വേഗം പോയിട്ട് അവന്മാർ എഴുന്നേക്കണതിന് മുമ്പ് നമുക്ക് വന്നം. എടാ സ്നോ ഒക്കെ കാരണം ഇവിടെ പോയി വണ്ടി ഓടിക്കാൻ വേണ്ടി ഇച്ചിരി പാടാണ്. എന്റെ ആളിയാ ഇത് നോക്കിയാ. ക്രിസ്മസ് ദിനമായപ്പോഴത്തേക്കും ഫുൾ ലോസ് ആൻഡ് സ്നോയില് മൂടി. ഈ സ്നോ കാണാൻ വേണ്ടി നല്ല രസമുണ്ട് കേട്ടോ. ഓക്കെ, ചേട്ടാ കുറച്ച് സ്നോ ബോൾ. അയ്യോ പണിപാളി. അവന്മാര് കലിപ്പായി. എത്ര പെട്ടെന്ന് ഇവിടുന്ന് പോണേ നല്ലത്. വണ്ടിയിട്. ഓക്കെ, വേഗം പോവാ. എന്റെ കയ്യിൽ ഒത്തിരി സ്നോ ബോൾ ഉണ്ടാ. ഓ പൊളി. അയ്യോ, പുള്ളി കളിച്ചൊക്കെ സമയമില്ലല്ലേ. അവന്മാർ എഴുന്നേക്കണതിന് മുമ്പ് പോണം. സോ നേരെ സിറ്റിയിലേക്ക് പോവാം. ആക്ച്വലി ക്രിസ്മസിനെ അടിപൊളിയാക്കി മാറ്റുന്നത് ഈ ഒരു ഡിസംബർ മാസത്തിലെ മഞ്ഞ് തന്നെയാണല്ലേ. നമ്മളിവിടെയൊക്കെ മഞ്ഞ് ഇത്ര ഇതായിട്ട് വീഴില്ലെങ്കിലും ഒരു പ്രത്യേക രസമാണ് ഈ ഒരു മാസത്തിന്. ഈ ഒരു ക്ലൈമറ്റും കണ്ടാ. മരത്തിലൊക്കെ ഫുള്ളും മഞ്ഞ് വീട്. മഞ്ഞുകൊണ്ട് മരങ്ങൾ
മരങ്ങളെല്ലാം മൂടി കിടക്കുക. ലോസ് ആൻഡോസ് ഫുള്ളേ മഞ്ഞ് കൊണ്ട് മൂടി കിടക്കുക. അമ്മാതിരി മഞ്ഞ്. ഓക്കെ, വണ്ടികളൊക്കെ ചീർപ്പഞ്ഞ് പോന്. ഇവിടെ ഈ അഴുത്തിപ്പോ RC കാർ അവിടെ കിട്ടും. മീറ്റ് നമുക്ക് എളുപ്പത്തിൽ കടയിൽ നിന്ന് മേടിക്കാന്നേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ കഷ്ടപ്പെട്ട അവന്മാർക്കുള്ള ഗിഫ്റ്റ് മേടിച്ച് പൊതിഞ്ഞ് കെട്ടി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പൊക്കോടിക്കാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ 5:30 സാധാരണ അവന്മാർ ഈ ഒരു സമയത്ത് എഴുന്നേക്കാറില്ല. പക്ഷെ ഇന്ന് ക്രിസ്മസ് ആയി ഇങ്ങനെ ഗിഫ്റ്റ് കൊണ്ടുവന്ന കാരണം ഇങ്ങനെ നേരത്തെ എഴുന്നേറ്റാല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് അങ്ങോട്ടേക്ക് പോകണം. അവന്മാർ എഴുന്നേക്കുന്നതിന് മുമ്പ് ഗിഫ്റ്റ് അവിടെ വെച്ചിട്ട് അവന്മാർ അറിയാതെ കട്ടിലേക്ക് കയറി കിടക്കണം. ഓക്കെ, വണ്ടി ചവിട്ടി വിടണം ഫ്രാങ്ക്ലിനെ. ഓ സ്പീഡ് സ്പീഡ് സ്പീഡ്. ഓ മൈ പെട്ടെന്ന് വണ്ടി ഫ്രണ്ടിൽ കണ്ടില്ല. വണ്ടി ഇടിച്ച് ആക്സിഡന്റ് ചെയ്യണം. ആരെങ്കിലും രക്ഷിക്കണം. അവന്മാർക്കുള്ള ഗിഫ്റ്റ് അതെങ്ങനെയും വീട്ടിൽ എത്തിക്കണം. ചേട്ടാ രക്ഷിക്കടാ. ചേച്ചി റോട്ടില് ഒരാളല്ലേ മരിച്ചു കിടക്കുന്നത്. ഇവിടെയുള്ള ആർക്കും ഒരു കണ്ണിച്ചോരയില്ലേ? ഇവനെ ആരും തിരിഞ്ഞു പോലും നോക്കുന്നില്ലല്ലോ. ഒരു പാവപ്പെട്ട റോട്ടിൽ ആക്സിഡന്റ് ആയി കിടന്നിട്ട് എന്നെ കൊല്ലുകൂടെ. ആക്സിഡന്റ് ആയി കിടന്നിട്ട് ഒരുത്തം പോലും തിരിഞ്ഞു നോക്കണില്ലല്ലോ. ഓ മൈ ഗോഡ്, ഇയാള് മരിച്ചെന്നാ തോന്നണത്. എന്താ ക്രിസ്മസ് ഗിഫ്റ്റ് ആയിട്ട് പോവായിരുന്നു. എടോ തനിക്കൊക്കെ കണ്ണിച്ചോരയുണ്ടോടോ? ഇയാള് മരിച്ചെന്നാ തോന്നണ. പക്ഷെ ഒന്നും നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി പറ്റില്ല. കാര്യം ആംബുലൻസ് വിളിച്ച് പറയാം. ഓഫീസർ, ഇവിടെ എവിടെയാണ് ലൊക്കേഷൻ ഉള്ളത്? ഓക്കെ, ഇത് തന്നെ ലൊക്കേഷൻ. എല്ലാരും മാറി നിൽക്കണേ. റൂട്ടിൽ നിന്ന് ഒരാൾ ആക്സിഡന്റ് ആയി കിടക്കുമ്പോഴാണോ നടു റോട്ടിൽ കൊണ്ട് വണ്ടി കിടന്നത്? എടേ, എല്ലാരും എടുത്ത് പിരിഞ്ഞു പോകും. ചേട്ടാ, ചേട്ടനാണോ ഫോൺ വിളിച്ചത്? അതെ ഓഫീസർ, ഞാനാണ് വിളിച്ചത്. കുറെ നേരം ഈ പയ്യൻ ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് എനിക്കെന്ത് ചെയ്യുന്ന അറിയില്ല. അതാ നിങ്ങൾ വിളിച്ചത്. ഓക്കെ ഓക്കെ, നിങ്ങളെ പോലെയുള്ള നന്മ നിറഞ്ഞ ആൾക്കാർ ഇപ്പോഴും ഉണ്ടല്ലോ. ഞങ്ങളൊന്ന് നോക്കട്ടെ. സാർ, ഇത് പോലീസിൽ ഇൻഫോം ചെയ്യണ്ടേ? ആ, പോലീസ് ഇൻഫോം ചെയ്യണം. പക്ഷെ അതിനു മുമ്പ് ഇവന്റെ സ്ഥിതി കുറച്ച് ക്രിട്ടിക്കലാണ്. വിസിബിൾ ഡാമേജസ് അധികമൊന്നും കാണുന്നില്ല. ഇവൻ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് രക്ഷിക്കാൻ വേണ്ടി പറ്റും. ഇവനെടുത്ത്. ഓക്കെ സാർ, ഓക്കെ, ഇവനെടുത്ത് വണ്ടിയിലേക്ക് കയറ്റാം. കൊണ്ടുപോ. അവൻ ഇൻജേർഡ് ആയിട്ടിരിക്കുക. സ്ട്രെച്ചറില്ലേ ഇവിടെ? സാർ, അത് പെട്ടെന്ന് സ്ട്രെച്ചർ എടുക്കാൻ പറ്റിയില്ല. വണ്ടിക്ക് മാറ്റിയിട്ട് സാർ. എല്ലാവരും മാറിക്ക്. ഇൻജേർഡ് ആയിട്ടുള്ള ഇതിനെ കൊണ്ടുപോകണം. കാണാൻ പാടില്ലേ? വണ്ടി നേരെ ഹോസ്പിറ്റലിലേക്ക് പോട്ടെ. നമുക്ക് സമയമില്ല. ഇവന്റെ ജീവൻ രക്ഷിക്കാൻ കുറച്ച് സമയമുള്ളൂ. ഷിൻചാനെ, നിനക്കുള്ള RC കാർ, ടോപ്പേ, നിനക്കുള്ള മീറ്റ് എല്ലാം ഞാൻ മേടിച്ചിട്ടുണ്ടാ. ഞാൻ വരുവാന്ന്. യെസ് ഡോക്ടർ, ഈ പേഷ്യന്റിനെ ഞാനാണ് നോക്കിയത്. ഇപ്പൊ ആള് അപകടം നില തരണം ചെയ്തിട്ടുണ്ട്. മുറിവൊക്കെ ഉണങ്ങി വരുന്നുണ്ട്. പക്ഷെ ആള് എന്തോ ട്രോമയിലാണെന്ന് തോന്നുന്നു. ഇടക്കിടക്ക് ഷിൻചാൻ ചോപ്പ് അങ്ങനെ എന്തോ പേര് വിളിച്ചു പറയുന്നുണ്ട്. പക്ഷെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, കുറച്ചു നാളത്തേക്ക് ഇനി നടക്കാൻ പറ്റില്ല. ദൈവത്തിന്റെ കൃപ കൊണ്ട് ഇത്ര പറ്റുള്ളൂ എന്ന് പറയാം. Ho, ho, ho! Merry Christmas! Oh, jingle bells, jingle all the way. Oh, what fun it is to ride one horse open sleigh. Jingle bells, jingle all the way. Oh, what fun it! Merry Christmas, Merry Christmas, everyone, Merry Christmas, Santa is here. Oh, what fun it is to ride one horse open sleigh. Jingle bell, jingle all the way. എത്തിയിരിക്കുന്നു നിങ്ങൾക്കുള്ള ഗിഫ്റ്റുമായിട്ട്. ഈ വീടിന്റെ ചിമ്മിനി ഇവിടെയല്ലേ? ഈ ചിമ്മിനി ചെറുതാണല്ലോ. എനിക്ക് പോകാനാണോ വഴിയില്ലാത്തത്? ഞാൻ സിമ്പിൾ ആയിട്ട് ചാടിയ ഇറങ്ങും. കുട്ടികൾ ഇവിടെ കിടക്കുകയാണല്ലോ. നിങ്ങൾക്കാണല്ലേ സമ്മാനങ്ങൾ വേണ്ടത്. നിങ്ങൾക്കുള്ള സമ്മാനം എന്റെ കയ്യിലുണ്ട്. ഇവരുണർത്താതെ ഇവരറിയാതെ സമ്മാനം വെച്ചിട്ട് പോകാം. കുറച്ച് വൈകിപ്പോയി, എന്നാലും കുഴപ്പമില്ല. നിനക്കുള്ള സമ്മാനം ഇതാ ഇവിടെ എത്തിയിരിക്കുന്നു. പക്ഷേ രണ്ടുപേരല്ലേ എന്നോട് സമ്മാനം ചോദിച്ചത്. അടുത്ത ആൾക്കുള്ളത് ഇതാ പിടിച്ചു. ഓക്കെ, ഈ വീട്ടിലുള്ള എല്ലാവർക്കും സമ്മാനം നൽകിയിരിക്കുന്നു. അപ്പുറത്തേക്കെടുത്ത് ഭദ്രമായിട്ട് മാറ്റി വെച്ചേക്കാം. ഇവിടുത്തെ എന്റെ കർത്തവ്യം കഴിഞ്ഞിരിക്കുന്നു. ഞാൻ കൃതാർത്ഥനായിരിക്കുന്നു. ഇനിയും ഒരുപാട് വീടുകളിൽ സമ്മാനം നൽകാനുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോട്ടെ. ബൈ ബൈ പിള്ളേരെ. ഓക്കെ, അടുത്ത വീട്ടിലേക്ക് പോകാനുള്ള നേരമായിരിക്കുന്നു. ഓക്കെ, അടുത്ത വർഷം ഇതേ സമയം നാം തിരികെ ഇങ്ങോട്ടേക്ക് എത്തുന്നതാണ്. അടുത്ത വീട്ടിലേക്ക് പോവാ. ആ ഡോക്ടർ, ഓക്കെ, അത് നല്ലത്. പക്ഷേ ഇവരെ അന്വേഷിച്ച് ആരും ഇതുവരെ വന്നില്ലല്ലോ. പയ്യനെ കൊണ്ട് പാവം തോന്നിയതുകൊണ്ടാ പോലീസിൽ ഇൻഫോം ചെയ്യിപ്പിക്കായിരുന്നത്. ഇനിയിപ്പോ ഇൻഫോം ചെയ്യാതിരിക്കാൻ വേണ്ടി പറ്റില്ല. കാരണം ആളെ അന്വേഷിച്ച് ആരും ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോ പോലീസിനും കൂടെ ഇൻഫോം ചെയ്തേക്ക്. ഓക്കെ സാർ, ഓക്കെ.
പക്ഷെ പോലീസ് ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ കേസും വക്കാലും ഒക്കെ ആയിട്ട് ഇച്ചിരി പണിയായിരിക്കും. എന്തായാലും അറിയിക്കാതിരിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ അല്ലേ? ഓ ഷിൻചാൻ കണ്ണ് തുറക്കാൻ പറ്റിയോ? ഞാൻ എവിടെയാ? ആ ഇത് ഏതാ സ്ഥലം? ഞാൻ എവിടെ എത്തി? ആ ഗിഫ്റ്റ് അതെന്തിയേ? ഇവരെണീറ്റാ? ആഹാ, മുറുകൊക്കെ ആറ് തന്നെയുള്ളല്ല, ഇവനിപ്പോഴെണീറ്റാ? മോനെ അടങ്ങ്, നീ ഇപ്പൊ ഹോസ്പിറ്റലാണുള്ളത്. നിന്റെ വണ്ടി ഹെവി ആയിട്ട് ഇടിച്ച് എന്തോ ഭയത്തിന് ആരോ വിളിച്ചു പറഞ്ഞ് ഞങ്ങൾ നിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് നിന്നെ ഇപ്പൊ അപകടം നല്ല തരണം ചെയ്ത്. പക്ഷേ നീ നടക്കാൻ വേണ്ടി കുറച്ച് ദിവസം എടുക്കും. നീ അവിടെ ആണെങ്കിൽ കിടക്ക്. ഇവരെണീറ്റല്ലോ. ഞാൻ പ്രതീക്ഷയിൽ നേരത്തെ എഴുന്നേറ്റ്. ഹലോ, താങ്കൾക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? താങ്കൾ ഉറക്കത്തിൽ എന്തോ ഷിൻചാൻ എന്നൊക്കെ പറയണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇത് ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുമ്പോൾ സൂക്ഷിച്ച് ആഘോഷിക്കണ്ടേ മോനെ? വണ്ടിയൊക്കെ സൂക്ഷിച്ച് ഓടിക്കണം. താങ്കളുടെ ഇൻചാർജ് ആണ് ഈ ഡോക്ടർ എല്ലാം നോക്കിക്കോളും കേട്ടോ. ഡോക്ടർ അങ്ങനെയാണല്ലേ ഞാൻ ഇവിടെ എത്തിയത്. എവിടേക്കോ നല്ല വേദനയുണ്ട്. പക്ഷേ ഇപ്പൊ സമയം എന്തായി ഡോക്ടർ? എനിക്ക് അവന്മാർ ഉണരുന്നതിന് മുമ്പ് വീട്ടിൽ ചെല്ലാനുള്ളതാ. എത്ര വീട്ടിൽ ചെല്ലാനാ? എടാ മോനെ, നീ ഇപ്പൊ ഇവിടെ അഡ്മിറ്റ് ആക്കിയിട്ട് തന്നെ 2-3 മണിക്കൂറായി. വലിയ ഇഞ്ചുറി ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് അധികം ട്രീറ്റ്മെന്റ് ഇല്ലാതെ തന്നെ നീ ഇപ്പൊ കണ്ണു തുറന്നേക്കുന്നത്. നീ ഒരു 2 ദിവസത്തെ റെസ്റ്റ് എന്തായാലും റെസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ട് 2 ദിവസത്തേക്ക് ഈ ഹോസ്പിറ്റലിൽ നിന്ന് പോണ കാര്യം ചിന്തിക്കേ വേണ്ട. നീ വേണ്ടപ്പെട്ടവരുടെ നമ്പർ തന്നാ ഞങ്ങൾ തന്നെ വിളിച്ച് അവരിങ്ങോട്ട് വരുത്തുന്നതാണ്. അത് പറ്റില്ല ഡോക്ടർ. ഇതെത്ര വീട് പോണോ? എന്റെ മുറിവൊക്കെ ഉണങ്ങിയല്ലോ. എഴുന്നേക്കടാ ഫ്രാങ്ക്ലിനെ. നിനക്ക് എണീക്കാൻ പറ്റില്ല, അവിടെ കിടക്കടാ. നീ എത്ര കാണിക്കണോ? പറഞ്ഞ അവിടെ ഇരിക്കാൻ പറ്റില്ല ഡോക്ടർ. എനിക്ക് പോയേ പറ്റുള്ളൂ. അവിടെ അവന്മാര് ക്രിസ്മസ് ഗിഫ്റ്റ് നോക്കിയിരിപ്പുണ്ട് എന്നെ കാത്ത്. എങ്ങോട്ടാണ് പോണ്ട? ഡോക്ടർ ഡോറ് തുറക്ക് ഡോക്ടർ. ഇങ്ങോട്ടല്ലേ പോണ്ട. നീ എന്തൊരു കാണിക്കണ? നീ നടക്കാറായിട്ടില്ലെന്ന്. ഡോക്ടർ പറ്റില്ല ഡോക്ടർ, എന്നെ വെളി വിട് ഡോക്ടർ. അങ്ങോട്ടാണ് പോണ്ട? കാണിക്കണത് ഇങ്ങനെ പോവാനുള്ളത്. ഡോക്ടർ സോറി ഡോക്ടർ, എനിക്ക് പോയേ പറ്റുള്ളൂ. സോറി ഡോക്ടർ. ഈ ഹോസ്പിറ്റലിന്റെ ഡോർ എവിടെയാടാ? പുറത്തേക്കെത്തി. നീ ഹോസ്പിറ്റലിൽ പൂട്ടിക്കോ. നിന്നെ ഇവിടെ കൊണ്ടുവന്നാൽ ഞങ്ങളെ പറഞ്ഞാൽ മതി. എടാ നിക്കടാ. സോറി ഡോക്ടർ, എനിക്ക് നിക്കാൻ പറ്റില്ല. അവിടെ 2 ചെക്കന്മാര് ഞാൻ വരുന്നത് കാട്ട് ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി നിൽക്കുക. ടാക്സി പ്ലീസ്, ടാക്സി. ഡോക്ടർ ഇപ്പൊ സമയം എന്താന്ന് അറിയാമോ? സമയം 8 മണി 8:30. 8 മണി 8:30? പണി പാളിയല്ലോ. അത്ര സമയമായി. ഒരു വണ്ടി നിർത്തണം പ്ലീസ്. ലിഫ്റ്റ് പ്ലീസ്. താങ്ക് യു ഏട്ടാ, ലിഫ്റ്റ് തന്നതിന് താങ്ക് യു. ഓക്കെ ഡോക്ടർ, ബൈ. രാവിലെ ഇന്ന് ക്രിസ്മസ് അല്ലേ? ഫ്രാങ്ക്ലിൻ ഭായ് രാവിലെ എഴുന്നേറ്റ് അവിടെ പോയി. അതൊക്കെ പോട്ടെ, രാവിലെ ഉറങ്ങി എണീറ്റ് കഴിയുമ്പോ ക്രിസ്മസ് ഗിഫ്റ്റ് കിട്ടുമെന്നല്ലേ പറഞ്ഞത്? നോക്കട്ടെ. ഓ ബേബി, അവിടെ എന്തോ ഇരിപ്പുണ്ടല്ലോ. അത് തന്നെ ആയിരിക്കും. ക്രിസ്മസ് ഗിഫ്റ്റ്. ഈ വലുതെന്റെ ചെറുത് ഇത് ചോപ്പിന്റെ ആണോ? ചോപ്പേ ഓടി വാ. ലിഫ്റ്റ് അടിച്ച് വീടിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പൊ പിന്നെയും കുറച്ചൊക്കെ നടക്കാനൊക്കെ പറ്റുന്നുണ്ട്. ചിച്ചാനെ ചോപ്പേ ഞാൻ വന്നടാ. പക്ഷേ ഗിഫ്റ്റ് എനിക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റിയില്ലടാ. ഇത് ഞാൻ എങ്ങനെ അവന്മാരോട് പറയും? ക്രിസ്മസ് അപ്പൂപ്പൻ ഗിഫ്റ്റും കൊണ്ടുവന്നത് കാത്തിരിക്കുന്ന അവന്മാരുടെ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞ് ഒരു ഏറ്റുപറച്ചിൽ വേണ്ടി വരും. ക്രിസ്മസ് അപ്പൂപ്പൻ ഉണ്ടെന്ന് ഞാൻ അവന്മാരോട് കള്ളം പറഞ്ഞില്ലേ? എന്നിട്ട് രാത്രി ഗിഫ്റ്റായിട്ട് വരുമെന്നും പറഞ്ഞു. എടാ ഷിൻചാനെ വാട്ട്? അവന്മാർ എഴുന്നേറ്റാ? ഗിഫ്റ്റ് ഇല്ലാത്ത കാര്യം അവന്മാർ അറിഞ്ഞു കാണും. ഇതെന്താ ഇവിടെ ഇരിക്കണ? എടാ ഷിൻചാനെ എന്താടാ ഇത്? ഫ്രാങ്ക്ലിൻ ഭായ് വന്നാ? ഫ്രാങ്ക്ലിൻ ഭായ് വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റിംഗ് ആയിരുന്നു. ഫ്രാങ്ക്ലിൻ ഭായ് വന്നിട്ട് ഗിഫ്റ്റ് പൊട്ടിക്കാന്ന്. ക്രിസ്മസ് അപ്പൂപ്പൻ ഞങ്ങൾക്ക് വലിയ ഗിഫ്റ്റ് വന്നു. ഫ്രാങ്ക്ലിൻ ഭായ് എന്താടാ വലിയ ഗിഫ്റ്റാ? ഇത് എവിടെ നിന്ന് വന്ന്? ഇത് ആര് കൊണ്ട് വെച്ച്? ഇതെങ്ങനെ ഇവിടെ വന്ന്? ഫ്രാങ്ക്ലിൻ ഭായ് ഇത് ക്രിസ്മസ് അപ്പൂപ്പൻ തന്ന ഗിഫ്റ്റാന്ന്. കണ്ടില്ലേ നമ്മൾ എഴുതി വെച്ച സ്ഥലത്തിരിക്കണത്? എടാ ഇത് പോടാ. ശരിക്കുള്ള ക്രിസ്മസ് അപ്പൂപ്പനാണെങ്കിൽ 2 ഗിഫ്റ്റ് ഉള്ള 3 ഗിഫ്റ്റ് എനിക്കും കൂടി വെക്കണ്ടല്ലേ? ഇവന്മാര് മാത്രം ലെറ്റർ എഴുതിയ കാരണം ഇവന്മാർക്ക് മാത്രം വെച്ച് കാണുള്ളൂ. അത് ശരി. നല്ല കളർ ആയിട്ടുള്ള ഗിഫ്റ്റ് ബോക്സ് നല്ലപോലെ പൊതിഞ്ഞു വെച്ചേക്കും അവന്മാർക്ക്. കണ്ടിന്റെ കൊതിയാണ്. ഞാനവിടെ ആക്സിഡന്റ് പറ്റി കിടന്നും പോയി. ഒക്കെ ശരിയാനെ എന്നാ പൊട്ടിക്കളാ. ഇതിനകത്ത് എന്താന്ന് നോക്കാം. ഓക്കെ ഫ്രാങ്ക്ലിൻ ഭായ്, ഓക്കെ പൊട്ടിക്കാം. പൊട്ടിച്ച്. ഫ്രാങ്ക്ലിൻ ഭായ് നമ്മൾ എഴുതിയ പോലെ തന്നെ RC കാർ. അതും പച്ച കളറിൽ. കളർ ഞാൻ എഴുതിയ പോലും ഇല്ല. പോടാ, എഴുതിയ പോലെ RC കാറാ? ഇതെങ്ങനെ? ഓക്കെ അപ്പൊ ചോപ്പിന്റെ കയ്യില് മീറ്റ് ആയിരിക്കും. ഇറച്ചി. ചോപ്പ് പൊട്ടിക്കടാ. ഓക്കെ പൊട്ടിക്കാൻ സമയായി. ഓക്കെ പൊട്ടി. ബീഫ്. ഞാൻ പറഞ്ഞ പോലെ എന്റെ ഫുള്ള് ബീഫ് കിട്ടി എനിക്ക്. ഇതെനിക്ക് അത്ര ദിവസം വേണം കളിക്കാണ്ടോണ്ട്. അയ്യോ അത് തെന്നിപ്പോണ്. പിടി അത് പിടി. മൊത്തം നിലത്ത് വീട്. കഴിച്ചു മുറിച്ച് തിന്നടാ. അവനെന്താ അവന്റെ ലെറ്റർ എഴുതിയ പോലെ മീറ്റ് കിട്ടി? ഇവന്മാർ രണ്ടുപേരും പറഞ്ഞത് കിട്ടി. ഞാനല്ലേ ലെറ്റർ വായിച്ചത്? പിന്നെ എങ്ങനെയാടാ കറക്റ്റ് തന്നെ വന്നത്? വേറെ ആരും ആ ലെറ്റർ വായിച്ചില്ല. അങ്ങനെയാണെങ്കിൽ ശരിക്കും സാന്റാക്ലോസ് ആണോ ഈ ഗിഫ്റ്റ് കൊണ്ടുവന്ന് ഇവിടെ വെച്ചത്? ഫ്രാങ്ക്ലിൻ ഭായ് വേണമെങ്കിൽ മാറിയെന്നോ. ഞാൻ എന്റെ RC വണ്ടി ഓണാക്കാൻ വേണ്ടി പോവാ. എന്നാ പിടിച്ചോ. ഓക്കെ വണ്ടി ഓൺ ആയിട്ടുണ്ട്. ഫ്രണ്ട്
പക്ഷോ ഇത് കൺട്രോൾ ചെയ്യാൻ കുറച്ച് പാടാണ്. ഭയങ്കര സ്പീഡാന്ന് തോന്നുന്നത് ഇതിന്. ഫ്രാങ്ക്ലിൻ ഭായ് ഇത് ഫെരാരിയാ. ഞാൻ ജസ്റ്റ് ഒരു RC കാറേ ചോദിച്ചുള്ളൂ. ഫെരാരി കാറേ എനിക്ക് കിട്ടി. ഓക്കേ വണ്ടി വളച്ച് വിടറാ ഷിൻചാനെ. എന്താ ഷിൻചാനെ നീ കാളെ കൊല്ലോ? ഒരു വണ്ടി കിട്ടിയെന്ന് പറഞ്ഞു നീ ഈ വണ്ടി വെച്ച് ഇടിച്ചാൽ ഞങ്ങളെ കൊല്ലൂലോ. ഫ്രാങ്ക്ലിൻ ഭായ് ഇത് സാധാ വണ്ടിയല്ല, ഇതിന്റെ സ്പീഡ് ഉണ്ട്. ഇത് ഒറിജിനൽ RC വണ്ടിയാ. എന്നാ പിടിച്ചോ. നിനക്ക് എന്താ ഷിൻചാനെ വണ്ടി എടുത്തോട്ട് പോടാ. സോറി ചെറിയ ഫൺ. ഓക്കെ വണ്ടി നേരെ പോട്ടെ. ആഹാ ദൂരത്തുനിന്ന് കൺട്രോൾ ചെയ്യാൻ പാടാ. പക്ഷേ ഷിൻചാൻ ഇതൊക്കെ എന്താ ടേബിളിന്റെ അടി വഴി പോകുന്ന നോക്കാം. ടേബിളിന്റെ അടി വഴി പോവില്ലടാ, അതിനെ കളിച്ചിട്ട് വലുതാ. കാരണം ഇത് ഒറിജിനൽ RC കാർ. ഈ സ്റ്റെപ്പിന്റെ അപ്പുറം വഴി സ്റ്റെപ്പിലേക്ക് കയറണില്ലടാ വണ്ടി. പുറത്ത് വഴി കറക്കി എടുക്കണോ. ഇല്ല ഭാഗ്യം രക്ഷപ്പെട്ടു. എന്റെ ഒരു കൺട്രോളിങ് ഇതുവഴി കയറ്റാൻ പറ്റണില്ല. പക്ഷെ എന്താ ഷിൻചാനെ ഇപ്പൊ തന്നെ പൊളിക്കോ? തുടക്കമായതുകൊണ്ട് വണ്ടിയുടെ കൺട്രോൾ കിട്ടണല്ലോ. പതിയെ റെഡി ആയിക്കോളും. ഇതൊക്കെ എനിക്ക് എന്ത് ഫ്രാങ്ക്ലിൻ ഭായ് എന്റെ സ്പീഡ് കണ്ടോ? ഒരു രക്ഷയില്ലാത്ത സ്പീഡ്. ഓക്കെ ഇതിന്റെ ശരിക്കുള്ള സ്പീഡ് അറിയണമെങ്കിൽ മെയിൻ റോഡ് ടിപ്പിന്റെ പോകണം തോന്നണം. അമ്മാതിരി സ്പീഡായി വണ്ടിക്ക്. എന്താടാ ഒരു വണ്ടി ഇട്ടിപ്പോഴത്തേക്കും നിങ്ങൾക്ക് വേണ്ടി എന്ത് റിസ്ക് എടുത്ത് ഞാൻ വന്നെന്നറിയാവളാ. നിങ്ങൾക്ക് സർപ്രൈസ് തരാൻ വേണ്ടി ആക്സിഡന്റ് വരെയായി. എന്നിട്ട് എനിക്ക് ഗിഫ്റ്റും ഇല്ല ഒന്നുമില്ല. പിന്നെ ഞാൻ എന്തിനാ ഇതിലെ മെയിൻ ക്യാരക്ടറാന്ന് പറഞ്ഞ നടക്കണ? ഞാൻ പോവുകയാണ് ഈ വീട്ടിൽ നിന്ന്. ഞാൻ പോവുക. സാന്റാക്ലോസ് ഇവർക്ക് കൊണ്ട് കൊടുത്ത് പാവപ്പെട്ട ഞാൻ ഇവർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി അലഞ്ഞിരിഞ്ഞ് പോയി ആക്സിഡന്റ് ആയി. എന്നിട്ട് എനിക്ക് ഗിഫ്റ്റ് ഇല്ല. എന്തിനു ഈ ജീവിതം? ഞാനിവിടെ ഒരു സ്നോമാനം ഉണ്ടാക്കി വെച്ചിട്ടാണല്ലോ പോയത്. അതും പോയാ ധാരാളം അടിച്ചുകൊണ്ട് പോയത്. അതോ ഉരുകിപ്പോവാൻ സാധ്യതയില്ല. എന്ത് ചെയ്യും? ഓ വെയിറ്റ്, എത്ര അത് അങ്ങ് മേളില്? ഓ അതൊരു ഗിഫ്റ്റ് ബോക്സ് അല്ലേ? ഓ നിക്ക് മേളിക്കറി നോക്കട്ടെ. ഓ വലിഞ്ഞു കയറാനൊക്കെ പാടാ. പക്ഷെ ഇപ്പൊ വേദനയൊക്കെ പോയി ചെറുതായിട്ട് വന്നിട്ടുണ്ട്. ആ ചാടാ. ഓക്കെ വലിയൊരു ഗിഫ്റ്റ് ബോക്സ്. അപ്പൊ സാന്റാക്ലോസ് എനിക്കും ഗിഫ്റ്റ് വെച്ചിട്ടാണ് പോയത്. കാരണം ഇത്രയും വലിയ ഗിഫ്റ്റ് ബോക്സ് അവന്മാരെ കണ്ടില്ലേ? ചോപ്പിന് ചെറുത്, ഷിൻചാൻ ഇച്ചിരി കൂടി വലുത്, എനിക്ക് അതിനേക്കാളും വലുത്. ഇതെന്താ ഇങ്ങനെ ഇരിക്കണ? ഇത് അപ്പുറത്തേക്ക് മാറ്റി. ഇതിനകത്ത് എന്തോ കനത്തിലുണ്ട് കേട്ടാ, നല്ല വെയിറ്റ്. ഇത് എനിക്കുള്ളതെന്ന് തോന്നണ. കാരണം എന്റെ വീടിന്റെ മേളില് മൂന്നാമത്തെ ഒരു ഗിഫ്റ്റ് ബോക്സ് വന്നേക്കണ്. നല്ല പൊതിയലൊക്കെയാടാ. അവന്മാരെക്കാളും അടിപൊളി പൊതിയല്ല നമ്മുടെ ഇത് പൊതിഞ്ഞേക്കണത്. അതേ മേരി ക്രിസ്മസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഓക്കെ അങ്ങനെയാണെങ്കിൽ എന്റെ ക്രിസ്മസ് ഗിഫ്റ്റ് പൊട്ടിച്ചു നോക്കണ സമയമായി. സാന്റാ പൊട്ടിക്കളാ. പൊട്ടല ഇത് വലുതായോണ്ട് പൊട്ടില്ലേ? ഈ വണ്ടി എയർ നിൽക്കണ പറക്കണ വണ്ടിയാണോ? പറയാൻ പറ്റില്ല. സാന്റാക്ലോസ് വന്നല്ലേ, ചിലപ്പോ പറന്നു വരും. ഓക്കെ അകത്ത് കയറിയിട്ടുണ്ട്. ഓൾ റൈറ്റ്. താഴ്ത്തു വീണ്. ഓ ബേബി എടാ ഷിൻചാന് കിട്ടിയതും പച്ച ഫെരാരി. എനിക്ക് പച്ച ഫെരാരി. എനിക്ക് സാന്റാക്ലോസ് അറിഞ്ഞു തന്ന വണ്ടിയാണോ ഇത്? അറിഞ്ഞു തന്ന വണ്ടി. ഞാനാണ് എഴുതി പോലും ഇട്ടില്ല. പക്ഷെ എന്റെ മനസ്സ് സാന്റാക്ലോസ് അറിഞ്ഞ് ഇതെങ്ങനെ താഴത്തേക്ക് ഇറക്കുന്നാണ് ഞാൻ. ഓക്കെ ഇറക്കി. എടാ ഷിൻചാനെ ചോപ്പേ ഇറങ്ങി വാ. നിങ്ങക്ക് മാത്രമല്ലടാ എനിക്കും കിട്ടിയടാ ഒരാളുടെ ഗിഫ്റ്റ്. ഇറങ്ങി വാടാ, വന്ന് നോക്ക് എന്റെ വണ്ടി. എവിടെ നോക്കട്ടെ. ആഹാ പച്ച ഫെരാരി എന്റെ പോലത്തെ വണ്ടി തന്നെ, പക്ഷെ വലുത്. കൊള്ളാലോ. നോക്ക് കേറി അങ്ങ് ഇരിക്കുക. എടാ പറഞ്ഞ എന്റെ വണ്ടിയിൽ ഇറങ്ങടാ. പോയി നിന്റെ വണ്ടി എടുത്തോണ്ടോടാ. നമ്മുടെ ഈ രണ്ട് വണ്ടികളും തമ്മിൽ ഒരു റേസ് അങ്ങ് വെച്ചിട്ട് ആരാ ജയിക്കണേന്ന് നോക്കിയേക്കാം. ഓക്കെ ഷിൻചാനെ നീ റെഡിയാണോ ഈ ഒരു മത്സരത്തിന് വേണ്ടിയിട്ട്? എന്റെ ഗിഫ്റ്റ് ആണോ നിന്റെ ഗിഫ്റ്റ് ആണോ മെയിൻ എന്ന് നോക്കിയേക്കാം. ഇത് ചെറിയ ഫെരാരിയും വലിയ ഫെരാരി. ഷിൻചാനെ ഞാൻ വണ്ടി എടുക്കുമ്പോ തന്നെ ആ വണ്ടിയും എന്റെ കൂടെ തന്നെ എടുത്തു. നിന്നെ ഇന്ന് പൊട്ടിച്ചിട്ടുള്ളൂ കാര്യം. ഓക്കെ പോവാൻ വേണ്ടി റെഡിയാണോ? അത് ഞാനൊന്ന് പൊട്ടിക്കട്ടെ. ഓക്കെ ഞാൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എപ്പോൾ റെഡി ആവുന്നോ അപ്പൊ നമുക്ക് റേസ് തുടങ്ങാം. പോവാന്നാ വണ്ടി എടുത്തോടാ. ഓൾറൈറ്ററാ. അവന്റെ അടുത്ത് പോലും ഇല്ല, അങ്ങ് ദൂരെയാണുള്ളത്. പക്ഷേ ഷിൻചാന്റെ ഡ്രൈവിംഗ് കൊള്ളാട്ടാ. അതും RC കാർ വെച്ചിട്ട്. ഓ മൈ ഗോഡ് അവന്റെ കാറ് മറിഞ്ഞടാ. ഓ നിക്ക് അവൻ എഴുന്നേറ്റ് വരുന്നുണ്ടോ? ഓ മൈ ഗോഡ് ഷിൻചാൻ എത്ര കാണിക്കട അവന്റെ കാറിന്റെ. ദേവന് ഓ വാട്ട് വണ്ടി തെന്നിച്ചൊക്കെ നിർത്തണം. വണ്ടി കൊള്ളാട്ടോ ഷിൻചാന്റെ ഡ്രൈവിംഗ്. ദേവന് ഓ തിരിച്ചെടുത്തോണ്ട് പോണ്. എടാ ഷിൻചാനെ മതി. ഓക്കെ തിരിച്ചോ വണ്ടി തിരിച്ചു വിടാ ഷിൻചാനെ. പോണ്. ആഹാ അവന്റെ ഡ്രൈവിംഗ് സ്കില്ല് കൊള്ളാട്ടോ ഷിൻചാന്റെ. ഫ്രണ്ട് വെച്ച് പിടിക്കുക. പക്ഷെ എന്നെ തൊട്ടിക്കാൻ വലുതുണ്ടോ? എന്റെ വണ്ടിക്കാ സ്പീഡ്. അതൊരു RC കാറ് കൂടിപ്പോയ എത്ര പോരാ. കണ്ടറാ ഷിൻചാനെ നീ എന്റെ വണ്ടിയായിട്ട് എങ്ങാനും കോമ്പറ്റീഷന് വന്നു കഴിഞ്ഞാൽ എന്റെ സ്വഭാവം മാറും. മനസ്സിലാണോ നിനക്ക്? പക്ഷെ ഇത് RC കാറാ. എഞ്ചിൻ ഡിഫറൻസ് ഉണ്ട്. ആ എഞ്ചിൻ ഡിഫറൻസ് ഉണ്ട്. കാരണം എന്താ സാന്റാക്ലോസ് ഏറ്റവും പവർഫുൾ വണ്ടി എനിക്കാണ് തന്നേക്കണം. മനസ്സിലായ? അവന്റെ ഒരു പോട്ടാ വണ്ടി. ഓൾറൈറ്റ് സോ ഈ ഒരു ക്രിസ്മസ് എന്തൊക്കെയോ സംഭവിച്ചു എന്താന്ന് എനിക്ക് പോലും അറിയാൻ പാടില്ല. സോ വീഡിയോ എന്റെ മുമ്പ് ഇതിൽ ഏത് കാറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുള്ളത് കമന്റിലൂടെ ഇറക്കിട്ടോ. സോ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വെച്ച് കഴിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ചാനൽ സബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ ഇറക്കുക. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ. പക്ഷേ ഇല്ലടാ നമ്മുടെ ഗിഫ്റ്റ് മാത്രം എന്താ മേളിൽ വന്നത്? ഓ ബേബി പോകുന്നതിന് മുൻപ് നമുക്കിവിടെ പ്രിയപ്പെട്ട ഒരാൾ കൂടിയുണ്ട്. അവന് ഗിഫ്റ്റ് കൊടുക്കാതെ ഞാൻ എങ്ങനെ പോകും? ഫ്രാങ്ക്ലിൻ മോനെ നിനക്കുള്ള സമ്മാനം ഇതാ പിടിച്ചോ. ഇത്രയും വലിയൊരു സമ്മാനം നീ അർഹിക്കുന്നു. Ho, ho, ho! Merry Christmas!